എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനോദ് ജോൺസ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ്, ഒന്ന് രണ്ട് പോസ്റ്റ് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മമ്മൂട്ടി കമ്പനി രണ്ടും കൽപ്പിച്ച മട്ടാണ്. പ്രമോഷൻ അല്ല, മാരക ലെവൽ. അവർക്ക് ഇതേവരെ കിട്ടാത്ത എന്തോ ഒരു എനർജി കിട്ടിയ പോലെ. രാഗം, വനിത, വിനീത, അഭിലാഷ്, അപ്സര, കവിത തിയേറ്റർ പോലെയുള്ള വമ്പൻ തിയേറ്റർ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ആദ്യത്തെ ഒരു മണിക്കൂർ തന്നെ BMSലൊക്കെ കിടിലം ബുക്കിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 50K ടിക്കറ്റ് ബുക്കിംഗ് ആയിട്ടുണ്ട്. അതായത് 50,000K. അത് പ്രീസെയിൽ 1 കോടിക്ക് അടുത്തെത്തുകയും ചെയ്തു. എല്ലാം ഒത്തു വന്നാൽ ആ ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ 20 കോടി പടമാവാൻ സാധ്യതയുണ്ട്. പടത്തിന് ഇജാതി വീര്യം പകർന്ന എല്ലാ ശക്തികൾക്കും നന്ദി പറയുന്നുണ്ടാവും ഇതിന്റെ പ്രൊഡ്യൂസർ. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഭ്രമയുഗം എന്ന് പറഞ്ഞ പടത്തിൽ BJP പ്രവർത്തക, BJP അനുഭാവി പറയുന്നതാണ്, സ്ത്രീ പറയുന്നതാണ്. ഭ്രമയുഗം എന്ന പടത്തില് അവരുടെ ശാസ്താവിനെ, ചാത്തനെ ഏലിയനായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിന് മമ്മൂട്ടിക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വീഡിയോയിൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അവരെ ഗൗരവത്തോടെ പറയുന്ന രീതി കേൾക്കുമ്പോ ഹിന്ദുക്കളായ ആളുകൾ പോലും പെട്ടെന്ന് അങ്ങനെയാണോ ഒന്ന് ചിന്തിക്കുന്ന ഒരു രീതി വരും. ശരി പറഞ്ഞാൽ ചാത്തൻ വേറെയാണ്, ശാസ്താവ് വേറെയാണ്, ഇവർക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ അതൊരു കുത്തിത്തിരിപ്പുണ്ടാകും. ഈ സിനിമ അഭിനയിച്ചേക്കണം മാത്രമാണ് മമ്മൂക്ക, അത് സംവിധാനം ചെയ്തേക്കണം ഒരു ഹിന്ദുവാണ്. എന്നാലും നമുക്കൊരു കുത്തിത്തിരിപ്പുണ്ടാകുന്നത്. അപ്പൊ ഇനിയും ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ നടന്മാരുടെയും സിനിമകൾ വിജയിപ്പിക്കാൻ ഇവരെ കൊണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ കാണാം.